നവീകരണത്തിനായി പൊളിച്ച മണ്ണാർക്കാട് നെച്ചുള്ളി ആവണക്കുന്ന് റോഡ് പ്രവൃത്തി മുടങ്ങിയിട്ട് 1 മാസം. നാട്ടുകാർ ദുരിതത്തിൽ. അടിയന്തരമായി പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികൾ. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണത്തിനുള്ള തുക അനുവദിച്ചത്. സംസ്ഥാനത്തെ 3540 റോഡുകളുടെ നവീകരണത്തിന് 2024-25 വർഷത്തെ ബഡ്ജറ്റിൽ 1000 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഈ തുക ഉപയോഗിച്ചാണ് നെച്ചുള്ളി അവണക്കുന്ന് റോഡ് നവീകരിക്കുന്നത്. റോഡ് നവീകരണത്തിനായി നിലവിലുള്ള ടാർ പൊളിച്ചു മാറ്റിയിട്ട് 1 മാസത്തിലേറെയായി. റോഡ് പൊളിച്ചത് കാരണം നടക്കാനും വാഹനം ഓടിക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. തകർന്ന റോഡിന്റെ പണി ആരംഭിച്ചപ്പോൾ നാട്ടുകാർ ഏറെ ആശ്വസിച്ചതാണ്. എന്നാൽ നവീകരണം നിലച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ദുരിതം കൂടി. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ വീഴുന്നത് പതിവാണ്. നെച്ചുള്ളി ഹൈസ്കൂളിലേക്ക് വരുന്ന 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡാണിത്. സമീപത്തെ മറ്റു വിദ്യാലയങ്ങളുടെ വാഹനങ്ങളും ഇതുവഴി ഓടുന്നുണ്ട്. പൊടിശല്യം കാരണം പലരും അലർജിക്കുള്ള ചികിത്സ തേടുകയാണ്. അടിയന്തരമായി റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിൻ്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ആശ്വാസം കിട്ടി, റോഡ് പണി തുടങ്ങും എന്ന് കരുതിയപ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടും എന്ന് കരുതിയതാണ്. ഇത് നമ്മളെ നെച്ചുള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പരിസരത്തുള്ള റോഡാണ്. സ്കൂൾ ബസ്സും അതുപോലെ സ്കൂൾ കുട്ടികളും മറ്റു പരിസരത്തുള്ള ഒരുപാട് സ്കൂൾ ബസ്സുകളും വരുന്ന ഒരു റോഡാണ്. ഇത് ഈ കോലത്തിൽ കടക്കൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൻ്റെ അടുത്തായി. പൊടിയും വണ്ടികൾക്ക് പോകാനൊരു ബുദ്ധിമുട്ട്, ആളുകൾ ബൈക്കുമെന്ന് വീഴുക, അങ്ങനെയുള്ള പ്രയാസം കൊണ്ട് ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഇനി എന്നാണ് ഈ ദുരിതത്തിൽ നിന്ന് ജനങ്ങൾക്കൊരു കയറ്റം ഉണ്ടാകുന്നതൊന്നും അറിയില്ല. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതൊന്ന് കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഭയങ്കര പ്രയാസത്തിലാണ്. കുട്ടികൾ സ്കൂൾ പോക്കും വണ്ടികളും മറ്റുമായിട്ട് പൊടിയും ആളുകൾ ഡെയിലി വീഴണ ഓരോ കാഴ്ചകൾ ഞങ്ങൾ സ്ഥിരം കാണുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒരു നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ ഒരു ആവശ്യം. ഈ നാട്ടുകാരുടെ തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.